ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 എന്ന മാർക്കിന് മുകളിലായിട്ട് ഏറെ ആഴ്ചകൾക്ക് ശേഷം നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇൻഫോസിസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സായി നിഫ്റ്റിയിൽ മാറിയത്. നിഫ്റ്റി ബാങ്ക് സൂചികയും 1.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ വിപണി നല്ല ശക്തമായി നിൽക്കുമ്പോൾ അസറ്റ് ക്ലാസുകളിൽ വലിയ ഇടിവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഗോൾഡ് 7 മാസത്തെ താഴ്ന്ന നിലയിലെത്തി. ഇതുകൂടാതെ വലിയ ഇടിവ് നേരിട്ടത് ഇന്നലെ ഓയിൽ പ്രൈസുകളായിരുന്നു. 4% മുകളിൽ ഇടിഞ്ഞു. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $75 പെർ ബാരൽ എന്ന നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത് യുദ്ധത്തിന് മുൻപുള്ള ഒരു നിരക്കിലേക്കാണ് ഇപ്പോൾ ഓയിൽ ഫ്യൂച്ചേഴ്സ് എല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അതിന് മുന്നേയായി ഇന്നലെ US മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. US ഓഹരി വിപണികളിൽ ബുധനാഴ്ച നാസ്ഡാക്കും S&P 500 നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഉയർന്ന മൂല്യനിർണ്ണയ ആശങ്കകൾ കാരണമാണ് US ഓഹരി വിപണികളിൽ നാസ്ഡാക്കും S&P 500 ഇടിഞ്ഞത്. എന്നാൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതോടെ എയർലൈൻ, ട്രാവൽ ഓഹരികളിലുണ്ടായ നേട്ടം ഡൗ ജോൺസിന് തുണയായി. ഡൗ ജോൺസ് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇറാന്റെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞത്. ഹോർമുസ് കടലിടുക്കിലൂടെ കൂടുതൽ എണ്ണ ടാങ്കറുകൾ ഗതാഗതം നടത്തുന്നു എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഓയിൽ പ്രൈസുകൾക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് എയർലൈൻസ്, ട്രാവൽ ഓഹരികൾ അവിടെ നേട്ടമുണ്ടാക്കിയതും. ചൊവ്വാഴ്ചയായിരുന്നു ഏഷ്യൻ വിപണികളിലെല്ലാം വലിയ നഷ്ടം നേരിട്ടത്. പ്രത്യേകിച്ച് കോസ്പി മാർക്കറ്റ് 10% ഇടിവ് നേരിടുകയും അവിടെ ട്രേഡിംഗ് ഒരു സമയത്തേക്ക് നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ വരികയുണ്ടായി. അവിടെ നിന്നും ഇന്നലെ നല്ലൊരു റിക്കവറി വന്നതിന് ശേഷം കോസ്പി മാർക്കറ്റ് ഇന്ന് 5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2.25% നേട്ടത്തിലും ഇന്ന് ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,116 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 60 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്തയായിട്ട് പറയാനുള്ളത്, US ഈ സാമ്പത്തിക വർഷം തന്നെ ഒരു പലിശ നിരക്ക് വർധനവുണ്ടാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ പലിശ നിരക്ക് വർധനവിനെ കുറിച്ച് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉടൻ ഉയർത്തുമെന്ന വിപണി പ്രതീക്ഷകൾക്ക് മറുപടിയായി RBI ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്ര പറയുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് സമയമായിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം അതിൽ പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അടുത്ത മാസങ്ങളിൽ പലിശ നിരക്ക് ഉയർത്തുമെന്ന് ഉറപ്പായിരുന്നെങ്കിൽ ഞങ്ങൾ നമ്മുടെ നയനിലപാട് സ്റ്റാൻസ് ന്യൂട്രലിൽ നിന്ന് റെസിസ്റ്റൻസിലേക്ക് മാറ്റുമായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ പ്രധാനമായിട്ടും RBI നോക്കിക്കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ധന വില വർധനവ് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇന്ധന വില വർധനവ് മൂലമുണ്ടായ വിലക്കയറ്റ സമ്മർദ്ദങ്ങൾ താൽക്കാലികമാണോ അതോ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇത് ദീർഘകാലത്തേക്ക് വ്യാപിക്കുന്ന വിലക്കയറ്റ സമ്മർദ്ദമാണോ ഇത് എന്നാണ് RBI പ്രധാനമായും നിരീക്ഷിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ഈ സമ്മർദ്ദങ്ങൾ താൽക്കാലികം തന്നെയാണ്, പൊതുവിലക്കയറ്റത്തിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അത് വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത കൂടി പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, ഇന്നലെയും മിനിഞ്ഞാന്നുമായി US ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീർ നടത്തിയ ഇന്ത്യൻ സന്ദർശനം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം മടങ്ങിപ്പോയി. ഇന്ത്യയും US തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാർ, ഇന്ററിം ട്രേഡ് അഗ്രിമെന്റ് അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഇന്ത്യ-അമേരിക്ക മന്ത്രിതല ചർച്ചകൾ 2 ദിവസത്തിന് ശേഷം അവസാനിച്ചെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. ചർച്ചയായ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായി വരുന്നത് വിപണിയുടെ പ്രവേശം, മാർക്കറ്റ് ആക്സസ്, കൂടാതെ ഡിജിറ്റൽ ട്രേഡ്, സപ്ലൈ ചെയിൻ സഹകരണം, സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയൊക്കെയായിരുന്നു. ഇതിനു പിന്നാലെ S&P 500, അതായത് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 2027, അതായത് 26-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വളർച്ചാ പ്രവചനം 7.7% നിന്ന് 6.6% കുറച്ചു. 1-2 കാരണങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് ആഗോള സാമ്പത്തിക വളർച്ചയുടെ മന്ദഗതി, കൂടാതെ ഊർജ്ജ വിപണിയിലുണ്ടായ ആ ഒരു സമ്മർദ്ദം, കൂടാതെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് പറഞ്ഞു പോകുന്ന മൺസൂൺ ദുർബലമാകുന്നു എന്നതിൻ്റെ ചില സാധ്യതകൾ കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2027 ഫിച്ച് ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 6.4% എന്നും RBI 6.6% എന്നും കെയർ എഡ്ജ് റേറ്റിംഗ്സ് 6.7% വളർച്ചാ പ്രവചനം പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻസുകളിലേക്ക് വരാം. ആദ്യം US നിന്നും Q1 GDP ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്.
കൂടാതെ എല്ലാ ആഴ്ചയും വരുന്ന വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ ഇന്ന് പുറത്തു വരും. കൂടാതെ PCE ആൻഡ് കോർ PCE പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ഇന്നാണ് പുറത്തു വരുന്നത്. യൂറോപ്പിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഇന്ന് പുറത്തു വരുന്നത് ECB എക്കണോമിക് ബുള്ളറ്റിനാണ്. അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പുറത്തുവിടുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണിത്. ഇതുകൂടാതെ യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ECB എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമായിട്ടുള്ള ഫിലിപ്പ് ലെയിൻ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതും ആ സ്പീച്ചും പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടാതെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ IRFC തങ്ങളുടെ ഓഹരികൾ വിൽക്കുന്നതിനുള്ള OFS സാധാരണ നിക്ഷേപകർക്കായി ഇന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്തതായി സൂര്യോദയ SFBയുടെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ്. ഫണ്ട് റൈസ് പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു IPO ആയിട്ടുള്ള വാട്ടർവേസ് ലെഷർ ടൂറിസം അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസാനത്തെ തീയതി ഇന്നാണ്. ഇനി ഗോൾഡ് പ്രൈസുകളെ കുറിച്ച് പറയാം. US ഡോളറിന്റെ മൂല്യം ഉയർന്നതും പലിശ നിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചതും കാരണം ബുധനാഴ്ച സ്വർണ്ണവില ഔൺസിന് $4,000 താഴെ എത്തി. ഇത് 2025 നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണ്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 2.9% ഇടിവ് കൂടിയാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,04,800 എന്ന നിലയിലാണ് ഇന്നലെ പവന് വിലയായിട്ടുണ്ടായിരുന്നത്. ഇനി നാളെ ജൂൺ 26 നമ്മുടെ മാർക്കറ്റുകൾക്ക് അവധിയാണ്. എല്ലാ ദിവസവും നമ്മൾ ഏറ്റവും ടോപ്പ് കണ്ടന്റ്സ് ആണ് രാവിലത്തെ ഈ ഒരു പ്രീ മാർക്കറ്റിൽ ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസ്. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം എംബസി ഡെവലപ്മെന്റ്സ് എന്ന കമ്പനിയാണ്. ഉത്തർപ്രദേശ് സർക്കാരുമായി ലക്നൌവിൽ 1,500 കോടി രൂപ നിക്ഷേപത്തോടെ വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുമായി MOU കമ്പനി ഒപ്പുവെച്ചു. അടുത്ത LIC എന്ന കമ്പനിയാണ്. CFO സുനിൽ അഗർവാൾ ജൂലൈ 14 രാജിവെക്കും. അടുത്തത് NLC ഇന്ത്യ എന്ന കമ്പനി. ഒഡീഷയിൽ 1000 മെഗാവാട്ട് ഗ്രീൻ എനർജി പദ്ധതികൾക്കായി OREDA ജോയിന്റ് വെഞ്ചർ കമ്പനി ഒപ്പുവെച്ചു. അടുത്ത ഭാരതി എയർടെൽ എന്ന കമ്പനിയാണ്. S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി BBBയിൽ നിന്ന് BBB+ അവരുടെ ഭാരതി എയർടെലിന്റെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യയിലും ആഫ്രിക്കയിലും ഡാറ്റ ഉപയോഗ വർധനവ് വരുമാന വളർച്ചയ്ക്ക് സഹായകരമാണെന്നാണ് ഈ S&P ഗ്ലോബൽ വിലയിരുത്തിയിരിക്കുന്നത്. അത് IRFC എന്ന കമ്പനിയെ കുറിച്ചുള്ള വാർത്ത നമ്മൾ പറഞ്ഞു. OFSൽ സർക്കാർ അധികമായി 0.86% ഓഹരികൾ വിൽക്കും. ആകെ ഓഫർ വലിപ്പം 1.86%. അടുത്തത് ജൂബിലന്റ് ഫാർമോവ എന്ന കമ്പനിയാണ്. നികുതി തർക്കത്തിൽ 65.48 കോടി രൂപയുടെ ആശ്വാസം കമ്പനിക്ക് ലഭിച്ചു. നികുതി ക്രമീകരണങ്ങൾ 107.89 കോടിയിൽ നിന്ന് 42.41 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു. അടുത്ത് HCL ടെക്നോളജീസ് ആണ്. നോക്കിയയുമായി AI അധിഷ്ഠിത നെറ്റ്വർക്ക് ഓട്ടോമേഷൻ പങ്കാളിത്തം വിപുലപ്പെടുത്തി. നെസ്ലയുടെ AI ട്രാൻസ്ഫോർമേഷൻ പദ്ധതിയിലും സ്ട്രാറ്റജിക് പങ്കാളിയായി HCL ടെക്നോളജീസ് മാറിയിരിക്കുന്നു. അടുത്തത് ഗാർവെയർ ഹൈടെക് ഫിലിംസ് എന്ന കമ്പനിയാണ്. മോണിക ഗർവാരെ വൈസ് ചെയർപേഴ്സൺ ആൻഡ് ജോയിന്റ് MD ആയി വീണ്ടും 5 വർഷത്തേക്ക് നിയമിച്ചു. മറ്റൊരു കമ്പനി സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ആണ്. QIP ഇഷ്യൂ ആരംഭിച്ചു കഴിഞ്ഞു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 613.69 എന്ന നിരക്കിലാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനേഴ്സ് മുതൽ പഠിച്ചു പോകാൻ കഴിയുന്ന ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, കൂടാതെ വിവിധ തരത്തിലുള്ള ഓപ്ഷൻ ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ട്രാറ്റജികളെ കുറിച്ച് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.